അങ്ങനെ നിന്ന നിപ്പന് ജോലിയും കഴിഞ്ഞ് എന്നെയും കൊണ്ട് നേരെ പോയത് നമ്മുടെ സെയിൻറ്റ് ജോസഫ് ചർച്ചിലായിരുന്നു കേട്ടോ. അവിടെ നമ്മുടെ ക്രിസ്മസ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായിരുന്നേ. എല്ലാ വർഷവും ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് ഫെസ്റ്റിന് ഞാൻ ഓഫ് റിക്വസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ പ്രാവശ്യം അൺഫോർച്ചുനേറ്റ്ലി അത് ചെയ്യാൻ മറന്നുപോയി. പിന്നെ ഉണ്ടല്ലോ ജോലിയും കഴിഞ്ഞിട്ടേ അവിടെ വരെ ഒന്ന് പോയില്ലെങ്കിൽ ഒരു മനസ്സമാധാനക്കേടാന്നേ. നമ്മുടെ ഇടവക പള്ളിയിൽ ഇങ്ങനത്തെ പ്രോഗ്രാം നടക്കുമ്പോൾ നമ്മളല്ലാതെ പിന്നെ ആര് പോകാനാ? അങ്ങനെ പോയതാ കേട്ടോ. നേരെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഒത്തിരി സ്റ്റാളുകളൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷേ ഉണ്ടല്ലോ നേരെ പള്ളിയിൽ കയറി. കുർബാനയുടെ സമയം കഴിഞ്ഞായിരുന്നു. എന്നാലും തമ്പുരാനെ ഇന്ന് എനിക്ക് പള്ളിയിൽ വരാൻ പറ്റാഞ്ഞതുകൊണ്ട് ജോലിയാന്നൊരു എക്സ്ക്യൂസ് തമ്പുരാനോട് പറഞ്ഞ് കേൾപ്പിക്കണ്ടേ. അങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ. പള്ളിയൊക്കെ നോക്കി നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഡെക്കോർ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടല്ലേ ക്രിസ്മസിന് വേണ്ടിയിട്ട് പള്ളി ഒരുങ്ങിയേക്കുന്നത് കാണാനായിട്ട്. അങ്ങനെ പള്ളിക്കകത്തിരുന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചു. പിന്നെ പുറത്തിറങ്ങി. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ അടുത്ത പള്ളി. ഇതാണ് സെയിൻറ്റ് ജോസഫ് കത്തീഡ്രൽ കേട്ടോ. കത്തീഡ്രൽ പള്ളിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കോർ ചെയ്തിട്ടുണ്ട് കണ്ടോ. ക്രിസ്മസ് ഫെസ്റ്റിവൽ 2025 എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ ബാനറും ഡെക്കറേഷനും ഒക്കെ ഉണ്ട്. ഇവിടം തൊട്ടാണ് അങ്ങോട്ട് എൻട്രൻസ്. ഇവിടെ തൊട്ട് പല പല കമ്മ്യൂണിറ്റിയുടെ പല പല രാജ്യക്കാരുടെ സ്റ്റാളുകൾ കാണും. അതിനു മുമ്പൊക്കെ എന്നെ ഹഠാത് ആകർഷിച്ചത് ഈ ഒരു സാധനം കേട്ടോ. ഇത് കണ്ടോ, പല പല രാജ്യക്കാർ പുൽക്കൂട് ഉണ്ടാക്കി വെച്ചേക്കുന്നത് നല്ല ഭംഗിയുണ്ടല്ലേ. ഓരോ രാജ്യക്കാരുടെ ഉണ്ട്, പക്ഷേ എല്ലാം ഒന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. എല്ലാം കാണിച്ചാൽ സമയം തരത്തില്ല. ഇത് ഫിലിപ്പിനോസിൻ്റെയാണ്. അവരുടെ ഉണ്ണീശോയും മാതാവും വിശുദ്ധന്മാരെയും ഒക്കെ കണ്ടു. ഞാൻ അങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിയുടെയും പോയപ്പോൾ എനിക്ക് തോന്നിയതേ ഓരോ രാജ്യക്കാരുടെ ഉണ്ണീശോയും മാതാവും ഔസപിതാവും ഒക്കെ ആ രാജ്യക്കാരുടെ തന്നെ ഫേസ് അല്ലേ. കണ്ടോ, കൊറിയക്കാരുടെ ഒക്കെ കണ്ടോ, അസൽ കൊറിയൻസ് ഫേസ്. അങ്ങനെ അതെല്ലാം കണ്ടിറങ്ങിയപ്പോഴാണ് റയാനെ കണ്ടത്. റയാൻ കൂട്ടനാണ് എൻ്റെ വീഡിയോ കാണുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എൻ്റെ വീഡിയോ ഭയങ്കര ഇഷ്ടം ആശാന്. ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് പുള്ളിയുടെ വീഡിയോ ഇട്ടില്ലല്ലോ എന്ന് എന്നും ചോദിക്കുമെന്ന്. റയാൻ മാത്രമല്ല കേട്ടോ, എലോറയുണ്ട്, അവരുടെ ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്. ഇവരൊക്കെയാണ് നമ്മുടെ കുട്ടി ഫാൻസ്. പക്ഷേ ഇവർ കുട്ടി ഫാൻസ് മാത്രമല്ല കേട്ടോ, എൻ്റെ ഫ്രണ്ട്സിൻ്റെ പിള്ളേരും കൂടെ. എന്താ അവന്മാർക്ക് എൻ്റെ വീഡിയോ കണ്ടുകൂടെ അല്ലേ? പക്ഷേ ഇവന്മാരെ എല്ലാം കൂടെ പിടിച്ചു നിർത്തി ഒരു വീഡിയോ എടുക്കാൻ ഞാൻ പെട്ട ഈ കഷ്ടപ്പാടിൻ്റെ പകുതി കഷ്ടപ്പാടുമായിരുന്നെങ്കിൽ വല്ല നാഷണൽ ജിയോഗ്രാഫിക് ചാനലിലും ക്യാമറാമാനായിട്ട് കയറായിരുന്നു. എന്താ ബാക്കി ക്രിസ്മസ് ഫെസ്റ്റിവൽ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം അല്ലേ. അപ്പോൾ ശരി, എന്നാൽ പോയേച്ചും വരാം.